സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പൗരാവകാശത്തിനും ജനാധിപത്യത്തിനും വേണ്ടി സമരം നയിച്ച ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ പ്രഥമ രക്തസാക്ഷി സർദാർ ഗോപാലകൃഷ്ണന് ജന്മം നൽകിയ സാംസ്കാരിക ഭൂമികയാണ് എടത്തിരുത്തി. നാട്ടികയുടെ നെല്ലറയായിരുന്ന എടത്തിരുത്തി കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകളെ ഇന്നും അയവിറക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ എഞ്ചിനീയർ ത്രേസ്യ, ഊർജത്തിൻ്റെ അതിചാലകതയെക്കുറിച്ചുള്ള ഗവേഷണത്തിന് നോബൽ സമ്മാനത്തിന് പരിഗണിക്കപ്പെട്ട ഐ.കെ. ഗോപാലകൃഷ്ണൻ, ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ, ഭ്രാത വേലൻകുട്ടി മാസ്റ്റർ, D.M. പൊറ്റേക്കാട്, K.S. നായർ, മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ V.K. രവീന്ദ്രൻ മാസ്റ്റർ, സിനിമാ നാടക രംഗങ്ങളിൽ പ്രശസ്തരായ അമ്പിളി, അബ്ദുൾ ചന്ദ്രാപിന്നി, പ്രൊഫസർ K.U. അരുണൻ തുടങ്ങി എണ്ണമറ്റ വ്യക്തിത്വങ്ങൾ എടത്തിരുത്തിയുടെ മുന്നേറ്റത്തിന് ചാലകശക്തിയായി വർത്തിച്ചിട്ടുണ്ട്. കീഴാള വിഭാഗത്തിൽ നിന്നും ഉയർന്നുവന്ന V.K. ചാത്തൻ, B.A. ചാത്തൻ, M.A. അയ്യപ്പൻ, B. കൊച്ചുപെണ്ണ് എന്നിവരെ എടത്തിരുത്തിയുടെ ചരിത്ര ഭൂമികയിൽ നിന്നും മാറ്റി നിർത്താനാവുകയില്ല. കൊമ്പത്ത് പ്രഭാകരൻ, K.K. രാമൻ മാസ്റ്റർ, K.K. അഭിമന്യു, മുനപ്പിൽ ശങ്കരനാരായണൻ, K.A. ബീരാൻ കുഞ്ഞി, K.S. അച്യുതൻ, കാർത്യായനി ടീച്ചർ, T.M. കൃഷ്ണൻ, ഗുണവർദ്ധനൻ IAS, K.S. സുഗുതൻ IAS, K.V. ഭാനുജൻ IAS, P.K. രവീന്ദ്രൻ തുടങ്ങിയവരും എടത്തിരുത്തിയുടെ അഭിമാനങ്ങളാണ്. 1963 രൂപീകൃതമായ പഞ്ചായത്തിൻ്റെ പ്രഥമ പ്രസിഡന്റ് V. നാണുപിള്ളയും തുടർന്ന് വന്ന പ്രസിഡന്റുമാരായ V.K. കുമാരൻ, ത്രേസ്യ ലോനപ്പൻ, A.K. വേലായുധൻ, K.C. കാളിക്കുട്ടി, P.K. സുബ്രഹ്മണ്യൻ, P. കോമളവല്ലി, A.V. സതീഷ്, ബൈന പ്രദീപ് തുടങ്ങിയവരും എടത്തിരുത്തിയുടെ വികസന മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തവരാണ്. മുൻഗാമികൾ പിന്തുടർന്ന വികസന കാഴ്ചപ്പാടിലൂന്നി സുതാര്യമായും കൃത്യതയുടെയും ദൃഢനിശ്ചയത്തിൻ്റെ പാതയിലൂടെ പ്രാദേശിക ഭരണം കാഴ്ചവെക്കാൻ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭരണസമിതിയുടെ കാലയളവിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വികസനം ഉറപ്പാക്കാനുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനുമായി. ആധുനിക സൗകര്യങ്ങളോടെ പഞ്ചായത്തിൻ്റെ പുതിയ കെട്ടിട സമുച്ചയത്തിൻ്റെ നിർമ്മാണം ആദ്യഘട്ടം പൂർത്തീകരിച്ചു. അവസാനഘട്ട നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടു. കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിനായി ആവിഷ്കരിച്ച കൂത്തുമാക്കൽ, ചിറക്കൽ, ചെറുപുഴത്തോട് പദ്ധതി പൂർത്തീകരിക്കുവാനായി. പയ്യന്നൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും പ്രാവർത്തികമായി. ദുർബല ജനവിഭാഗങ്ങൾക്കായി 216 പുതിയ വീട് ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകാനായി. 71 വീടുകളുടെ നിർമ്മാണം നടന്നുവരുന്നു. സ്വന്തമായി ഭൂമിയും കിടപ്പാടവുമില്ലാത്തവർക്കായി ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിന് പഞ്ചായത്തിൻ്റെ മധ്യഭാഗത്തായി 41 സെൻറ്റ് ഭൂമി ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി സഹായത്തോടെ വാങ്ങിക്കാൻ സാധിച്ചു. ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 6 പുതിയ അംഗനവാടി കെട്ടിടങ്ങൾ നിർമ്മിക്കാനായി. 3 അംഗനവാടികൾക്ക് സ്ഥലം കണ്ടെത്തുവാനുമായി. ഇതോടെ പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രം ആധുനികവൽക്കരിച്ചു. പുതിയ ലബോറട്ടറി സൗകര്യം ഉണ്ടാക്കാനായി. സ്വാന്തന പരിചരണത്തിനായി MLA ഫണ്ട് ഉപയോഗിച്ച് ആംബുലൻസ് വാങ്ങി പഞ്ചായത്തിലെ സബ് സെൻ്ററുകൾ എല്ലാം ആധുനികവൽക്കരിച്ചു. ചന്ദ്രാപിന്നിയിൽ വനിതാ ഫിറ്റ്നസ് സെൻ്റർ ആരംഭിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ 216 റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാനായി. പഞ്ചായത്തിലെ പ്രധാന റോഡുകളായ എടത്തുരുത്തി മധുരംപിള്ളി ശ്രീ മുരുകൻ റോഡ്, EKC റോഡ്, ചാമക്കാല റോഡ്, സർദാർ ഫസ്റ്റ് റീച്ച്, സർദാർ സെക്കൻഡ് റീച്ച്, ഓൾഡ് പോസ്റ്റ് ഓഫീസ് റോഡ് തുടങ്ങിയവയെല്ലാം ഉയർന്ന നിലവാരത്തോടെ നിർമ്മിക്കാനായി. ലൈഫ് സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്തവർക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ലൈഫ് പദ്ധതി പ്രകാരം 216 വീടുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകി. 71 വീടുകളുടെ കൂടി നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി സഹായത്തോടെ ജനറൽ വിഭാഗത്തിനായി ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിന് 41 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുവാനായി. കൂടാതെ SC വിഭാഗത്തിനായുള്ള നമ്മുടെ പഞ്ചായത്തിൽ നിലവിലുള്ള ഫ്ളാറ്റ് നവീകരണത്തിന് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമി വാങ്ങുന്നതിനും പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആരോഗ്യം ഗ്രാമപഞ്ചായത്തിൽ ആയുർവേദ ഡിസ്പെൻസറി, ഹോമിയോ ഡിസ്പെൻസറി എന്നിവ കൂടാതെ
ചാമക്കാലയിൽ കുടുംബാരോഗ്യ കേന്ദ്രവും 5 ഉപകേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു. ഉപകേന്ദ്രങ്ങളിൽ ചൂലൂർ സബ് സെന്റർ വെൽനസ് സെന്ററാക്കി ഉയർത്തി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൻ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ലബോറട്ടറി സൗകര്യം, പുതിയ OP ബ്ലോക്കുകൾ, രോഗികൾക്ക് സൗഹൃദമായ അന്തരീക്ഷം സ്ഥാപിക്കാൻ പദ്ധതി പ്രകാരം ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ശലഭോദ്യാനം നിർമ്മിക്കാൻ കഴിഞ്ഞു. 3 ഡോക്ടർമാരുടെ സേവനം 4 മണിവരെ വർദ്ധിപ്പിക്കാനായതും ഈ കാലയളവിലാണ്. സാന്ത്വന പരിചരണത്തിനായി ഈ കാലയളവിൽ 45 ലക്ഷം രൂപയോളം ചെലവഴിച്ച് MLA ഫണ്ടിൽ നിന്ന് ആംബുലൻസ് ലഭിക്കുകയും ചെയ്തു. കിഡ്നി രോഗികൾക്കായി മാസം 4000 രൂപ വീതം ഡയാലിസിസ് ചെയ്യുന്നതിന് നൽകി വരുന്നു. ഓക്സിജൻ കോൺസെൻട്രേറ്ററും നൽകുന്നുണ്ട്. ആരോഗ്യ ഉപകേന്ദ്രങ്ങളിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പകർച്ചവ്യാധികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുത്താൻ സാധിച്ചു. പാലിയേറ്റീവ് രോഗികൾക്ക് മാനസിക ഉല്ലാസത്തിനായി പാലിയേറ്റീവ് സംഗമം നടത്തിവരുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖല. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആവേശകരമായ മാറ്റങ്ങളാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. 8 LP, 5 UP, 3 ഹൈസ്കൂളുള്ള നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഏകോപിപ്പിക്കാനും ഗുണപരമായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാനായിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ചലഞ്ച് ഫണ്ട് ഉപയോഗിച്ച് 2 വിദ്യാലയങ്ങൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനും ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് 2 വിദ്യാലയങ്ങൾക്ക് ടോയ്ലറ്റ് ബ്ലോക്കുകൾ നിർമ്മിക്കാനും സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി മേശ, കസേര, ലാപ്ടോപ്പ്, മെറിറ്റോറിയസ് സ്കോളർഷിപ്പ് തുടങ്ങി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ 30 ലക്ഷം രൂപ സർവശിക്ഷ കേരളം വഴി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ GLP സ്കൂളിൽ പ്രഭാത ഭക്ഷണം നൽകി വരുന്നു. പഞ്ചായത്തിലെ പ്രതിഭകളായ വിദ്യാർത്ഥികൾക്കായി എല്ലാ വർഷവും നടത്തിവരുന്ന വിജ്ഞാനോത്സവത്തിന് നേതൃത്വം നൽകി വരുന്നു. GLP സ്കൂളിൽ സ്റ്റാംപ്സ് വർണ്ണക്കൂടാരം നിർമ്മിച്ചിട്ടുണ്ട്. കാർഷിക മേഖല. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് നിരവധി പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട്. വാഴകൃഷി വ്യാപനം, കരനെൽ കൃഷി, ബഡ്ജാതി തൈകൾ, കുറ്റിക്കുരുമുളക് തൈ, പൂക്കൃഷി വികസനം, നെൽകൃഷി പ്രോത്സാഹനം, സ്കൂൾ പച്ചക്കറിത്തോട്ടം, ടെറസിലും വീട്ടുമുറ്റത്തും പച്ചക്കറിത്തോട്ടം, ഹരിതഭവനം തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. എല്ലാ വർഷവും കേര കർഷകരെ സംരക്ഷിക്കുന്നതിന് എല്ലാവർക്കും തെങ്ങിന് ജൈവവളം നൽകുന്ന പ്രോജക്റ്റിന് 75% സബ്സിഡിയോടുകൂടി നൽകുന്നുണ്ട്. കൂടാതെ കേടായ തെങ്ങുകൾ വെട്ടിമാറ്റി പുതിയ തെങ്ങിൻ തൈ വിതരണവും അതോടൊപ്പം തെങ്ങിന് കീടരോഗ നിയന്ത്രണത്തിന് മരുന്ന് തെളിക്കുന്ന പദ്ധതിയും കുമ്മായ വിതരണവും നൽകി വരുന്നു. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിച്ചു. ഇതിലൂടെ കുട്ടികൾക്ക് കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും സാധിച്ചു. കരുതലും കൈത്താങ്ങുമായ കുടുംബശ്രീ. സ്ത്രീകളുടെ ഉന്നമനവും ദാരിദ്ര്യ നിർമ്മാർജ്ജന സാമ്പത്തിക ഭദ്രതയും ലക്ഷ്യമാക്കി ആരംഭിച്ച വനിതാ കൂട്ടായ്മയാണ് കുടുംബശ്രീ. പഞ്ചായത്തിൽ 302 അയൽക്കൂട്ടങ്ങളിലായി 4093 അംഗങ്ങളുണ്ട്. 18 ഓക്സിലറി ഗ്രൂപ്പുകളും 15 വയോജന ഗ്രൂപ്പുകളും 4 ഭിന്നശേഷി ഗ്രൂപ്പുകളും 66 JLG ഗ്രൂപ്പുകളും 26 ബാലസഭാ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. 104 വനിതാ സംരംഭങ്ങളും 2 പ്രൊഡ്യൂസർ ഗ്രൂപ്പുകളും 2 വർക്ക് ഷെഡുകളും പഞ്ചായത്തിലുണ്ട്. 13,01,63,000 രൂപയുടെ ലിങ്കേജ് വായ്പ പഞ്ചായത്തിലെ കുടുംബശ്രീകൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ 32,10,000 രൂപയോളം വിവിധ സംരംഭ ലോണുകൾക്ക് നൽകി. പിന്നോക്ക വികസന കോർപ്പറേഷൻ വിഭാഗത്തിൽ നിന്നും 1 കോടി രൂപ 23 യൂണിറ്റുകൾക്ക് ലോൺ അനുവദിച്ചു നൽകി. 125 വനിതകൾക്ക് 50 സബ്സിഡിയോടുകൂടി തയ്യൽ മെഷീനുകൾ നൽകി. അതിദരിദ്ര ഗുണഭോക്താക്കൾക്കും അഗതിരഹിതർക്കുമായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. കുടുംബശ്രീ യൂണിറ്റുകൾക്കായി പ്രവർത്തന മൂലധനമായി ഉപയോഗിക്കാൻ VRF ഫണ്ട് 18 ലക്ഷം രൂപ അനുവദിച്ചു. കുടുംബശ്രീ രംഗത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി തിരികെ സ്കൂളിലേക്ക് എന്ന ക്യാമ്പയിൻ
ആകർഷകമായി സംഘടിപ്പിക്കാനായി. 4075 വനിതകൾ പങ്കെടുത്ത ഈ ക്യാമ്പയിനിൽ ജില്ലയിൽ 9ാം സ്ഥാനം ഇടത്തിരുത്തിക്കാണ് ലഭിച്ചത്. ചാമക്കാല ഹൈസ്കൂളിലെ അശ്വിൻ എന്ന വിദ്യാർത്ഥിയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 2 ലക്ഷം രൂപ ധനസഹായം നൽകി. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് QR കോഡ് ചെയ്യുന്നതിന്, മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് 2,80,000 രൂപ വായ്പ നൽകി. ബാലസഭ കുട്ടികൾക്കായി മോട്ടിവേഷൻ ക്ലാസുകളും പരിശീലന പരിപാടികളും നടത്തി. വയോജന ഓണാഘോഷം, വയോജന വിനോദയാത്ര തുടങ്ങിയവ സംഘടിപ്പിച്ചു. വിവിധയിനം മൃഗങ്ങളെ വളർത്തുന്നവർക്കായി CEF പ്രകാരം 9,62,000 രൂപ നൽകി. FNHW പദ്ധതിയിലൂടെ അയൽക്കൂട്ടാംഗങ്ങളുടെ നിത്യജീവിതത്തിൽ പോഷകാഹാരം, ശുചിത്വം എന്നിവയുടെ പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടി വാർഡ് തലത്തിൽ ക്ലാസുകൾ നടത്തുന്നുണ്ട്. അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകർക്കായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ DWMS സംവിധാനമുണ്ട്. ഇതിൻ്റെ ഭാഗമായി പഞ്ചായത്തിൽ ഒരു ജോബ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. നൈപുണ്യ വികസനത്തിനായി DDU-GKY, DWMS വഴിയും പരിശീലനങ്ങൾ നടത്തിവരുന്നു. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിട സമുച്ചയം. ഗ്രാമപഞ്ചായത്ത് ഓഫീസിനായി മനോഹരമായ കെട്ടിട സമുച്ചയം പഞ്ചായത്തിൻ്റെ മധ്യഭാഗത്തായി കൊല്ലാറ സെന്റിൽ നിർമ്മാണം നടന്നുവരികയാണ്. കയ്പമംഗലം MLA ശ്രീ ET ടൈസൺ മാസ്റ്ററുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആദ്യഘട്ടമായി അനുവദിച്ച 1 കോടി രൂപ ഉപയോഗപ്പെടുത്തി കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും 1ാം നിലയും പൂർത്തീകരിക്കാനായി. 2ാം നിലയും ലിഫ്റ്റ്, സോളാർ സംവിധാനവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി 2 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. 1 വർഷത്തിനകം കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി എടത്തിരുത്തി നിവാസികളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാനാവുന്ന സാഹചര്യം സൃഷ്ടിക്കാനായിട്ടുണ്ട്. സാമൂഹ്യക്ഷേമം. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള 30 അംഗനവാടികൾക്ക് സ്ഥലം വാങ്ങിക്കുവാനും കെട്ടിടങ്ങൾ പണിയാനും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സമയബന്ധിതമായി നടപ്പിലാക്കി വരികയാണ്. ഇതിനകം 26 അംഗനവാടികൾക്ക് കെട്ടിടങ്ങൾ പണിയാൻ കഴിഞ്ഞത് അഭിമാനകരമാണ്. അവശേഷിക്കുന്ന 4 അംഗനവാടികൾക്കും സ്ഥലം ലഭ്യമാക്കുവാനുമായി. അടുത്ത സാമ്പത്തിക വർഷത്തിൽ പ്രസ്തുത 4 അംഗനവാടികൾക്കും കൂടി കെട്ടിടങ്ങൾ പണിയാനുള്ള നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. ഈ ഭരണസമിതിയുടെ കാലയളവിൽ 6 സ്മാർട്ട് അംഗനവാടികൾ നിർമ്മിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമാണ്. എല്ലാ അംഗനവാടികൾക്കും ആവശ്യമായ സന്ദർഭങ്ങളിൽ മെയിൻ്റനൻസ് നടത്താനും പൂരക പോഷകാഹാര വിതരണത്തിനായി ഫണ്ട് വകയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഭിന്നശേഷി കുട്ടികൾക്കായി സ്കോളർഷിപ്പ് വിതരണത്തിനായി 29 ലക്ഷം രൂപ ചെലവഴിക്കുകയുണ്ടായി. വയോജനങ്ങൾക്ക് കട്ടിലുകളും സഹായ ഉപകരണങ്ങളും നൽകി വരുന്നു. വയോജന സംഗമങ്ങൾ, ഭിന്നശേഷി കുട്ടികളുടെയും അംഗനവാടി കുട്ടികളുടെയും കലോത്സവങ്ങൾ മനോഹരമായി സംഘടിപ്പിക്കാറുണ്ട്. ജെൻഡർ റിസോഴ്സ് പദ്ധതി പ്രകാരം ഒരു കമ്മ്യൂണിറ്റി കൗൺസിലറുടെ സേവനം ലഭ്യമാക്കാൻ സാധിച്ചു. ഭിന്നശേഷിക്കാർക്കും വനിതകൾക്കും യുവജനങ്ങൾക്കുമെല്ലാം തൊഴിൽ സംരംഭങ്ങൾ ലഭ്യമാക്കാൻ നേതൃത്വം നൽകാനും സാധിച്ചു. വനിതാ ഘടക പദ്ധതി. വനിതകളെ സ്വയം പര്യാപ്തമാക്കുന്നതിന് വിവിധങ്ങളായ പദ്ധതികളാണ് ഈ ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ളത്. സ്വയം തൊഴിലിന് ധനസഹായം, 2 വീലർ, പൂക്കൃഷി വ്യാപനം, തേനീച്ച വളർത്തൽ, അലങ്കാര മത്സ്യകൃഷി, വനിതാ ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങിയവ ആരംഭിച്ചു. സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു. പട്ടികജാതി ക്ഷേമം. പട്ടികജാതി വിഭാഗത്തിന് പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് വീട് നിർമ്മാണം, സ്ഥലം വാങ്ങൽ, വീട് പുനരുദ്ധാരണം, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പഠനമുറി, മേശ, കസേര, ലാപ്ടോപ്പ്, മെറിറ്റോറിയസ് സ്കോളർഷിപ്പ് വിതരണം, പെൺമക്കൾക്ക് വിവാഹധന സഹായം, സ്വയം തൊഴിലിനായി യുവതികൾക്ക് സ്കൂട്ടർ, വാട്ടർ ടാങ്ക് വിതരണം, വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം, ചികിത്സാ സഹായം, യുവാക്കൾക്ക് ജോലി സംബന്ധമായി വിദേശത്തേക്ക് പോകുന്നതിന് 1 ലക്ഷം രൂപ ധനസഹായം, കൂടാതെ ഗവൺമെൻറ്റിൻ്റെ പുതിയ പദ്ധതിയായ സേഫ് പദ്ധതിയിൽ
ബ്ലോക്ക് പഞ്ചായത്ത് 2 ലക്ഷം രൂപ വെച്ച് 51 പേർക്ക് വീട് പുനർനിർമ്മിക്കാനും സാധിച്ചു. പഞ്ചായത്തിലെ പട്ടികജാതി നഗറുകളുടെ സമഗ്ര വികസനത്തിനായി 2,18,00,000 രൂപ ചിലവഴിക്കാനും കഴിഞ്ഞു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതിയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും അതിലൂടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുവാനും സാധിച്ചിട്ടുണ്ട്. 2020-21 സാമ്പത്തിക വർഷത്തിൽ 61,000 തൊഴിൽ ദിനം തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ട് 348 തൊഴിലാളികൾ 100 ദിവസം തൊഴിലെടുക്കുകയും 2,15,41,000 രൂപ ചെലവഴിക്കുകയും ചെയ്തു. 2021-22 സാമ്പത്തിക വർഷത്തിൽ 61,141 തൊഴിൽ ദിനം തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ട് 329 തൊഴിലാളികൾ 100 ദിവസം തൊഴിലെടുക്കുകയും 2,15,15,000 രൂപ ചെലവഴിക്കുകയും ചെയ്തു. 2022-23 സാമ്പത്തിക വർഷത്തിൽ 53,633 തൊഴിൽ ദിനം തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ട് 250 തൊഴിലാളികൾ 100 ദിവസം തൊഴിലെടുക്കുകയും 2,68,79,000 രൂപ ചെലവഴിക്കുകയും ചെയ്തു. 2023-24 സാമ്പത്തിക വർഷത്തിൽ 45,474 തൊഴിൽ ദിനം നൽകിക്കൊണ്ട് 192 തൊഴിലാളികൾക്ക് 1,66,34,000 രൂപ ചെലവഴിക്കുകയും 2024-25 സാമ്പത്തിക വർഷത്തിൽ 44,752 തൊഴിൽ ദിനം നൽകിക്കൊണ്ട് 205 തൊഴിലാളികൾക്ക് 100 ദിവസം തൊഴിലെടുക്കുകയും 2,11,94,000 രൂപ ചിലവഴിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ ആസ്തി നിർമ്മിക്കുന്ന പ്രവൃത്തികളായി 18ഓളം കോൺക്രീറ്റ് റോഡുകളും 2 നടപ്പാത, 1 കാന നിർമ്മാണം എന്നിവ ചെയ്തു. കൂടാതെ ലൈഫ് പദ്ധതി, PMA പദ്ധതിയിൽ 294 പ്രവൃത്തികളായി 90 ദിവസത്തെ അവിദഗ്ധ തൊഴിൽ ദിനം, 3 കുടുംബത്തിന് തൊഴുത്ത്, 11 കുടുംബങ്ങൾക്ക് ആട്ടിൻകൂട്, 9 കുടുംബങ്ങൾക്ക് കോഴിക്കൂട്, 40 കുടുംബങ്ങൾക്ക് സോഫ്റ്റ് പിറ്റ്, 11 കുടുംബങ്ങൾക്ക് കമ്പോസ്റ്റ് ബീറ്റ് എന്നീ ആസ്തികളും നൽകാൻ സാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയെയും മൃഗസംരക്ഷണ മേഖലയെയും സഹായിക്കുന്ന വിവിധ തരത്തിലുള്ള പദ്ധതികൾ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചെയ്തു വരുന്നുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി തോടുകളും ഉപതോടുകളും വൃത്തിയായി സംരക്ഷിച്ച് പോകുന്നുണ്ട്. മൃഗസംരക്ഷണ മേഖല. മൃഗസംരക്ഷണ മേഖലയിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കർഷകർക്ക് കറവപ്പശു, മുട്ടക്കോഴി വിതരണം, കന്നുകുട്ടി പരിപാലനം, കന്നുകാലി ഇൻഷുറൻസ്, മുട്ടക്കോഴിയും കൂടും, ആട് വളർത്തൽ, പോത്തുകുട്ടി വിതരണം, തെരുവുനായകൾക്കുള്ള പേവിഷബാധ കുത്തിവെപ്പ്, താറാവ് വിതരണം, മൃഗങ്ങൾക്ക് ധാതുലവണം വിതരണം, തൊഴുത്ത് നിർമ്മാണം, കാലിത്തീറ്റ വിതരണം, ക്ഷീരസംഘങ്ങളിൽ പാൽ അളക്കുന്ന കർഷകർക്ക് പാലിന് സബ്സിഡി നൽകി വരുന്നു. വിവിധങ്ങളായ പദ്ധതികളിലൂടെ ക്ഷീരകർഷകരെ സഹായിക്കുന്നതിനും കൂടുതൽ പേരെ മൃഗപരിപാലന രംഗത്തേക്ക് ആകർഷിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ കന്നുകാലി സെൻസസ് പ്രകാരം നമ്മുടെ പഞ്ചായത്തിലെ പശു, ആട്, എരുമ, പോത്ത്, കോഴി, താറാവ് തുടങ്ങിയവയുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായാണ് കാണിക്കുന്നത്. വർദ്ധിച്ച ആവശ്യം കണക്കിലെടുത്ത് മൃഗാശുപത്രിക്ക് മരുന്ന് വാങ്ങുന്നതിനുള്ള ഫണ്ട് വർദ്ധിപ്പിച്ചു നൽകിയിട്ടുണ്ട്. മൃഗാശുപത്രി വിപുലീകരിക്കുകയും കൂടാതെ ഈ കാലയളവിൽ മുട്ടക്കോഴി പ്രോത്സാഹനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി 2 മുട്ടക്കോഴി ഫാം നടത്തുന്നതിന് സർക്കാർ സബ്സിഡിയോടുകൂടി നൽകിയിട്ടുണ്ട്. സ്കൂളിൽ കുട്ടികൾക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം നടത്തിയിട്ടുണ്ട്. അതിദരിദ്ര നിർമ്മാർജ്ജനം. കേരള സർക്കാരിൻ്റെ അതിദരിദ്ര നിർമ്മാർജ്ജനം എന്ന പദ്ധതി പ്രകാരം അതിദരിദ്രമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കുടുംബശ്രീ മുഖേന സർവേ നടത്തി കണ്ടെത്തിയ 40 കുടുംബങ്ങളെയും അതിദരിദ്രമുക്തമാക്കുന്നതിന് സാധിച്ചു. അവർക്കാവശ്യമായ ഭക്ഷണം, പാർപ്പിടം, മരുന്ന്, തൊഴിൽ എന്നീ കാര്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഭൂമിയില്ലാത്ത 3 കുടുംബങ്ങൾക്ക് സ്ഥലം ലഭ്യമാക്കുകയും വീട് പുനരുദ്ധാരണം ചെയ്യുകയും ചെയ്തു. യുവജനരംഗം. നമ്മുടെ പഞ്ചായത്തിലെ യുവജനങ്ങളുടെ കലാകായിക അഭിരുചികൾ വർദ്ധിപ്പിക്കുന്നതിന് മികച്ച നിലയിൽ ഇടപെടുന്നതിന് പഞ്ചായത്ത് പരിശ്രമിച്ചിട്ടുണ്ട്. രജിസ്ട്രേഡ് ക്ലബ്ബുകൾക്കെല്ലാം സ്പോർട്സ് കിറ്റുകൾ നൽകി വരുന്നു. വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലനവും
നൽകി വരുന്നുണ്ട്. എല്ലാ വർഷങ്ങളിലും മികച്ച നിലയിൽ കേരളോത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പരിധിയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാലിന്യമുക്ത പഞ്ചായത്ത്. എടത്തിരുത്തിയെ മാലിന്യമുക്ത പഞ്ചായത്താക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രിത പദ്ധതികളാണ് നാം നടപ്പിലാക്കുന്നത്. 40 ഹരിതകർമ്മ സേനാംഗങ്ങളെ എല്ലാ വാർഡുകളിലേക്കുമായി വിന്യസിച്ച് പ്രവർത്തിപ്പിക്കുന്നു. വാർഡുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിച്ച് പഞ്ചായത്ത് തലത്തിൽ അവ വേർതിരിച്ച് സർക്കാർ അംഗീകൃത ഏജൻസികൾ മുഖേന സംസ്കരിക്കുന്ന സംവിധാനം കാര്യക്ഷമമായി നിർവഹിച്ചു വരുന്നു. ഈ പ്രവർത്തനങ്ങൾക്കായി പഞ്ചായത്തിനായി ഒരു വാഹനം വാങ്ങി. മതിലകം ബ്ലോക്ക് പരിധിയിൽ മാലിന്യമുക്ത പദ്ധതി പ്രവർത്തനങ്ങളിൽ എടത്തിരുത്തിക്ക് 1-ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. കടലോരം വൃത്തിയാക്കുന്ന ശുചിത്വ സാഗരം സുന്ദര തീരം പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും നമുക്ക് ലഭിച്ചു. തൃശൂർ ജില്ലയിൽ ഈ രംഗത്ത് 1-ാം സ്ഥാനം കരസ്ഥമാക്കാനായി മാലിന്യ സംസ്കരണത്തിനായി ബയോബിൻ, ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി. മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിക്കായി സ്ഥിര സംവിധാനം ഒരുക്കുന്നതിനായി 25 സെന്റ് സ്ഥലം വാങ്ങുന്നതിന് ഇക്കൊല്ലത്തെ വാർഷിക പദ്ധതിയിൽ പണം വകയിരുത്തിയിട്ടുണ്ട്. ചിറക്കൽ ചെറുപുഴ പദ്ധതി. എടത്തിരുത്തി പഞ്ചായത്തിലെ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് ദീർഘവീക്ഷണത്തോടെ കയ്പമംഗലം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കിയ പദ്ധതി പൂർത്തീകരിക്കാനായി. നിരവധിയായ സാങ്കേതിക പ്രശ്നങ്ങളും നിയമപരമായി ചില ശക്തികളുണ്ടാക്കിയ തടസ്സങ്ങളുമെല്ലാം പരിഹരിക്കുന്നതിന് ഫലപ്രദമായി ഭരണസമിതി ഇടപെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ശ്രീ VS സുനിൽകുമാർ, ശ്രീ ET ടൈസൺ മാസ്റ്റർ എന്നിവരുടെ നിസ്സീമമായ പിന്തുണ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പയ്യന്നൂർ ലിഫ്റ്റ് ഇറിഗേഷൻ. സമഗ്രമായ കാർഷിക വികസനത്തിനായി പയ്യന്നൂർ കായലിലും ചൂലൂർ ചിറയിലുമെല്ലാം ശുദ്ധജലമെത്തിക്കുന്ന പയ്യന്നൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി സാക്ഷാത്കരിച്ചു. എടത്തിരുത്തിയുടെ കാർഷിക സംസ്കൃതി വീണ്ടെടുക്കാനും കാർഷിക മേഖലയുടെ കുതിപ്പിനും ഈ പദ്ധതി ഉപകാരപ്രദമായി. പയ്യന്നൂർ പാടത്ത് ഈ വർഷം ഇരിപ്പു കൃഷി ചെയ്യാനും സൂര്യകാന്തി കൃഷി ഇറക്കി വിജയിക്കാനുമായത് ഈ പദ്ധതിയുടെ വിജയമാണ്. കുടിവെള്ളം. രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ബൃഹത് പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത്. ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കാനായി. 1, 2, 3, 4, 5, 6, 9, 10, 14, 15 എന്നീ വാർഡുകളിലായി 11 വാട്ടർ കിയോസ്കുകളും ഗ്രാമപഞ്ചായത്ത് സ്ഥാപിക്കുകയുണ്ടായി. 5, 6 വാർഡുകളിലേക്കായി MLA ശ്രീ ET ടൈസൺ മാസ്റ്ററുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്തി രാമൻകുളം പദ്ധതി യാഥാർത്ഥ്യമാക്കി. വാർഡ് 1-ലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി സ്ഥാപിക്കപ്പെട്ട കടലായിക്കുളം കുടിവെള്ള പദ്ധതി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ 25 വാട്ടർ ടാപ്പുകൾ കൂടി സ്ഥാപിച്ചു. ഈ പദ്ധതിയുടെ നവീകരണത്തിനായി 7.5 ലക്ഷം കൂടി വകയിരുത്തിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ നവീകരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതി 88 കോടി രൂപ കിഫ്ബി പദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തി നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രസ്തുത പദ്ധതി യാഥാർത്ഥ്യമായാലേ ശാശ്വതമായി കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവൂ. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ കേടുപാടുകൾ സംഭവിക്കുന്ന സമയത്ത് പഞ്ചായത്ത് കുടിവെള്ളം എത്തിക്കാൻ ബദൽ സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട്. പശ്ചാത്തല മേഖല. എടത്തിരുത്തി മധുരംപിള്ളി ശ്രീ മുരുകൻ റോഡ് 2,67 ലക്ഷം, EKC റോഡ് 1,67 ലക്ഷം, സ്ട്രീറ്റ് മെയിൻ സ്ഥാപിക്കാൻ 1 കോടി രൂപ. പഞ്ചായത്തിലെ ഗതാഗത സൗകര്യം സുഗമമാക്കുന്നതിന് വിവിധ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി 216 റോഡുകൾ സംരക്ഷിക്കാനായിട്ടുണ്ട്. പഞ്ചായത്തിലെ പ്രധാന റോഡുകളായ എടത്തിരുത്തി മധുരംപിള്ളി ശ്രീ മുരുകൻ റോഡ്, EKC റോഡ്, ചാമക്കാല റോഡ്, സർദാർ ഫസ്റ്റ് റീച്ച്, സർദാർ സെക്കൻഡ് റീച്ച്, ഓൾഡ് പോസ്റ്റ് ഓഫീസ് റോഡ് തുടങ്ങിയവ എല്ലാം ഉയർന്ന നിലവാരത്തോടെ നിർമ്മിക്കാനായി പട്ടികജാതി നഗറുകളുടെ സമഗ്ര വികസനത്തിനായി വിവിധ ഫണ്ടുകൾ ചിലവഴിക്കാനും സാധിച്ചു. കോൺക്രീറ്റ് നടപ്പാത, കാന, പാർശ്വഭിത്തി നിർമ്മാണം, കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയ മേഖലകളിൽ വലിയ മുന്നേറ്റം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ
1,10,00,000 ചിലവഴിച്ച് വിവിധ വാർഡുകളിൽ സ്ട്രീറ്റ് മെയിൻ സ്ഥാപിക്കലും മെയിൻ്റനൻസ് നടത്തുവാനും കഴിഞ്ഞു. എടത്തിരുത്തി മധുരംപിള്ളി ശ്രീ മുരുകൻ റോഡ് വീതി കൂട്ടി മനോഹരമായി നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഈ ഭരണസമിതിയുടെ കാലയളവിൽ വിവിധ പാലങ്ങളായ അഴിമാവ് പാലം, കൂനം പാലം, മധുരംപിള്ളി പാലം, ചാമക്കാല ബീച്ച് പാലം എന്നിവ സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കാൻ കഴിഞ്ഞു. പഞ്ചായത്തിൻ്റെ പ്രധാന സെൻ്ററുകളിലും കോളനികളിലും മറ്റും ഹൈമാസ്റ്റ്, മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനായിട്ടുണ്ട്. ഉപ്പുംതുരുത്തി, പറയൻകടവ് പാലങ്ങൾ സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണ്.